മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ്. പോളിംഗ് കുറഞ്ഞാൽ അതിനർത്ഥം ഒരു തരംഗവും കേരളത്തിൽ ആഞ്ഞു വീശിയിട്ടില്ല എന്നത് തന്നെ. CPMന്റെ സംഘടനാ സംവിധാനത്തിന് ആനുകൂല്യം നൽകുന്ന വിലയിരുത്തലുകളാണ് പോളിംഗ് കുറയുമ്പോൾ സാധാരണ ഉയരാറുള്ളത്. അതിശക്തമായ ത്രികോണ മത്സരം പല മണ്ഡലങ്ങളിലും നടന്നിട്ടും വോട്ട് കൂടിയില്ല എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. 2019 രേഖപ്പെടുത്തിയ 77.51% പോളിംഗ് ഇത്തവണ 70.35% കുറഞ്ഞു. 7.16% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഏകദേശം 8 ലക്ഷത്തിന്റെ കുറവ്. പോളിംഗ് ഏറ്റവും അധികം കുറഞ്ഞത് പത്തനംതിട്ടയിലാണ്. 10.95% പോളിംഗ് കുറഞ്ഞിരിക്കുന്നു. മുന്നണികൾ അവകാശപ്പെട്ട പ്രചരണത്തിലെ വീറും വാശിയും വോട്ടർമാരിൽ എത്തിയില്ല എന്ന് സാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത്. 6 മണിക്ക് ഔദ്യോഗികമായി സമയം അവസാനിച്ചുവെങ്കിലും ടോക്കൺ കൈപ്പറ്റി ക്യൂവിൽ തുടരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിരുന്നു. പലയിടത്തും പോളിംഗ് രാത്രി വൈകി വരെയും തുടർന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇനിയും കുറച്ചുകൂടി ഉയരാൻ സാധ്യതയുണ്ട്. വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ 141 ബൂത്തിലാണ് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിച്ചത്. 11:43 അവസാനത്തെയാൾ വോട്ട് ചെയ്തത്. ഇന്നലെ രാത്രി 8:15 വരെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 70.35% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂരിലാണ്. അത് 75.74%. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ്, 63.35%. 11 മണ്ഡലങ്ങളിൽ പോളിംഗ് സംസ്ഥാന ശരാശരിക്കും മുകളിലാണ്. ഇത്തവണ പോളിംഗ് കുറയാൻ കാരണം പലതാണ്. അതിൽ ഒന്നാമത്തെ ഘടകം കാലാവസ്ഥയാണ്. നാട്ടിന് പുറത്തു ജോലിക്കും പഠനത്തിനും പോയവരും ഇത്തവണ വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് എത്തിയില്ല. ഇരട്ട വോട്ടിനെതിരായി ഇത്തവണ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരം ക്രമവിരുദ്ധ മാർഗങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനായി. തെരഞ്ഞെടുപ്പ് ഗതിയെ നിയന്ത്രിക്കുന്ന വിവാദ വിഷയങ്ങളുടെ അഭാവം പ്രതിസന്ധിയായി. നല്ലൊരു വിഭാഗം വോട്ടർമാർ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു. ഇതാണ് വരും ദിവസങ്ങളിൽ കേരളം കൂടുതൽ ചർച്ച ചെയ്യുക. ഇത് ആരെ തുണയ്ക്കുമെന്നതാണ് നിർണായകം. അതിനിടെ സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കനത്ത ചൂടിൽ പല ബൂത്തുകളിലും വോട്ടർമാർ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം മടങ്ങിപ്പോയി തിരികെ വന്നവരിൽ പലർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 6 മണിക്ക് മുമ്പ് പോളിംഗ് സ്റ്റേഷനിലെത്തിയിട്ടും വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മിക്കയിടത്തും മന്ദഗതിയിലാണ് വോട്ടിംഗ് നടന്നത്. 4.5 മണിക്കൂർ വരെ ചില വോട്ടർമാർക്ക് കാത്തു നിൽക്കേണ്ടതായി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ അനാസ്ഥയുണ്ട് എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് വോട്ടിംഗ് നടന്നത്. പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതും ഉദ്യോഗസ്ഥ തലത്തിലെ മെല്ലെപ്പോക്ക് തന്നെയാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ കണ്ടെത്തിയ ബൂത്തുകളിൽ പോളിംഗ് സമയം ദീർഘിപ്പിച്ചു നൽകിയില്ല. സമീപകാലത്തെങ്ങും ഇത്രയും മോശപ്പെട്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.